السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, CH മുസ്തഫയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു ഖുത്ബയുണ്ട്. മുസ്തഫയുടെ ഖുത്ബകളൊക്കെ വളരെ വിചിത്രമാണ് എന്നാണ് പറയേണ്ടി വരിക. മൂപ്പര് ഒരു ഭാഗത്ത് ഹദീസ് പ്രമാണമല്ല, ഖുർആൻ മാത്രമാണ് പ്രമാണം. ഇന്ന് നിലവിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത് അത് ഖുർആൻ പറഞ്ഞതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ അല്ല, അത് മുആവിയന്റെ ആളുകൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിലവിലുള്ള ഇസ്ലാമുമായിട്ട് മുമ്പോട്ട് പോയാൽ ആളുകൾ മുസ്ലിങ്ങളാവില്ല. മുസ്ലിങ്ങളായാൽ പിന്നെ അവർക്ക് സ്വർഗം കിട്ടൂല എന്നാണല്ലോ വരിക. സ്വർഗം കിട്ടൂല എന്ന് മുസ്തഫ പറയില്ല. കാരണം പല കാഴ്ചപ്പാടിന് എല്ലാവർക്കും ഏത് മുശ്രിക്കിനും സ്വർഗം കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്വർഗം കിട്ടൂല എന്ന് പറയാ. എന്നാൽ ഇന്നത്തെ ഇസ്ലാം അത് ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാമല്ല, മുആവിയ പഠിപ്പിച്ച ഇസ്ലാമാണ്. എന്നാലോ അതേ ഇസ്ലാം വെച്ചിട്ട് മൂപ്പര് പിന്നെ പണിയെടുക്കുകയും ചെയ്യും. ഇപ്പം നാളെ പിന്നെ ഇസ്രായേൽ കമ്മിറ്റിക്കാർ പെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. മുസ്തഫയുടെ മാനവിക ഇസ്ലാമിൻ്റെ ആളുകളും നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നാളെ മുസ്തഫ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഖുർആനിൽ പെരുന്നാളുള്ളത്, പെരുന്നാൾ നമസ്കാരമുള്ളത്? പെരുന്നാൾ നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ രൂപം എന്താണെന്ന് ചോദിക്കണതിന് കാര്യമില്ല. ഖുർആനിലെവിടെയും പെരുന്നാളിനെ പറ്റി ഒരു പരാമർശവുമില്ല. പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശമില്ല, ഖുത്ബയെ സംബന്ധിച്ച് പരാമർശമില്ല, അതുപോലെ തന്നെ ജുമാ ഖുത്ബയെ സംബന്ധിച്ച് പരാമർശമില്ല. അതൊന്നുമില്ല. അതൊക്കെ മുആവിയ ഉണ്ടാക്കിയതാണ്. അതേ അവസരം മുആവിയ ഉണ്ടാക്കിയ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുസ്തഫ കൊണ്ടുനടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പുരോഹിതന്മാരെ കുറച്ച് തെറി പറയും ചെയ്യും. അതിൽപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സക്കാത്ത് സംബന്ധിച്ച പ്രഭാഷണം. സക്കാത്ത് എന്നത് ഖുർആനിൽ രണ്ട് നിലക്ക് സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. രണ്ട് പ്രയോഗം. ഒന്ന് സക്കാത്ത് എന്ന പദമാണ്, മറ്റൊന്ന് സദക്ക എന്നുള്ള പദമാണ്. ഇത് ലോകത്ത് മുസ്ലിങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഖുർആനിൽ സദക്ക എന്ന് പറയുന്നത് ഈ സക്കാത്തിനെ സംബന്ധിച്ചും സദക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റ് നിർബന്ധമല്ലാത്ത ദാനങ്ങളെ സംബന്ധിച്ചും സദക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സക്കാത്ത് എന്നത് നിർബന്ധ ദാനത്തെ പറ്റിയാണ് എന്നതാണ് നാളിന്ന് വരെയുള്ള മുസ്ലിങ്ങളുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ മുസ്തഫ അവിടെ സക്കാത്തും സദക്കയും ഒന്നായിട്ട് ചിലപ്പോൾ പറയുമെങ്കിലും മുസ്തഫൻ്റെ ശരിയായ കാഴ്ചപ്പാടനുസരിച്ച് സക്കാത്ത് എന്ന് പറയുന്നത് നമസ്കാരം പോലെ ഓരോ ദിവസവും നിർവഹിക്കേണ്ട സംഗതിയാണ്. സദക്കയാണ് പിന്നെ വർഷത്തിലൊരിക്കൽ കൊടുക്കേണ്ടത്. അത് തന്നെ സദക്കക്ക് കാല നിർണയമൊന്നുമില്ല. അത് മുസ്തഫ പറഞ്ഞ സംഗതി ശരിയാണ്. ഒരാളുടെ കയ്യിൽ എപ്പോഴാണോ പിന്നെ സംഖ്യ, നിശ്ചിത സംഖ്യ എത്തിയിട്ട്, നിശ്ചിത സംഖ്യ എന്നത് പിന്നെ മുസ്തഫൻ്റെ ഭാഷയിൽ മുആവിയൻ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, മുസ്തഫൻ്റെ കാഴ്ചപ്പാടല്ല. അപ്പോൾ നിശ്ചിത സംഖ്യ പിന്നെ തികയുകയും അതൊരു കൊല്ലം പൂർത്തിയാവുകയും ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ആൾ സക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ് ഇസ്ലാം പറയുന്നത്. അവിടെ കൊല്ലം ആവുക എന്നത് ഹദീസിലുള്ള സംഗതിയാണ്. പക്ഷേ മുസ്തഫ അതും അംഗീകരിക്കുന്നുണ്ട്. അതായത് മുആവിയൻ മതത്തിലുള്ള കൊല്ലം പൂർത്തിയാകുന്നുള്ളത് മുസ്തഫക്ക് സ്വീകാര്യമാണ്. പക്ഷെ ഖുർആനിലെവിടെയും കൊല്ലം പൂർത്തിയാവുക എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ
അത് കഴിച്ചാൽ പിന്നെ മുസ്തഫ കാട് കയറുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, സൂറത്ത് തൗബയിലാണ് സക്കാത്തിൻ്റെ അവകാശികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളത്തൻ മിനല്ലാഹ് അല്ലാഹു അലീമുൻ ഹകീം. ഇവിടെ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, സദക്ക അത് ഫുഖറാഇനും മസാക്കീനിനും ഉള്ളതാണ്. ഇവിടെ ഫുഖറ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ പാവങ്ങളും മസാക്കി എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളുടെ പാവങ്ങളും എന്നാണ് മുസ്തഫ അർത്ഥം പറയുന്നത്. അതിന് അദ്ദേഹം തെളിവ് ധരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതായി സഹീഹായിട്ടുള്ള ഒരു റിപ്പോർട്ടിലും ഉദ്ധരിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതോ ഒരു ദുർബലമായിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ ഉണ്ട്. മുസ്തഫയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചോടുകൂടി തന്നെ ഇസ്ലാം ആകെ അലങ്കോലപ്പെട്ടിട്ടുണ്ട്. മുസ്തഫയുടെ ഫത്ഹു മക്ക എന്ന പ്രസംഗത്തിൽ പ്രവാചകന്മാർ ആരും രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നില്ല, അവരാരും ഭരണം കൈയാളിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതോടുകൂടി ഇസ്ലാമിൻ്റെ കാര്യവും നബിയുടെ രീതിയിൽ നിന്ന് മാറി പിന്നീട് ഖലീഫമാർ വന്നു, അവർ ഭരണം കൈയാളി. അതോടുകൂടിയാണ് ഇസ്ലാം തകരുന്നത് എന്നുള്ളതാണ് മുസ്തഫ പറയുന്ന സംഗതി. എന്നാൽ അതേ മുസ്തഫ തന്നെയാണ് ഇവിടെ ദുർബലമായിട്ടുള്ള ഒരു അസറെടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഫക്കീർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ ദരിദ്രരും മസാക്കി എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളുടെ ദരിദ്രരുമാണ് എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് തെളിവുദ്ധരിക്കണം. ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് പ്രബലമാണോ എന്നൊന്നും മുസ്തഫക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം മൂപ്പർക്ക് തോന്നിയതൊക്കെ പറയാന്നുള്ളതാണല്ലോ. പിന്നെ ഈ സദക്ക സക്കാത്ത് ഇത് കൊടുക്കേണ്ടത് ആരാണ്, അതിനെപ്പറ്റി മുസ്തഫ ഒന്നും പറയുന്നില്ല. അമുസ്ലിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ? അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആത്തുസക്കാത്ത എന്നാണ് ഖുർആൻ സാധാരണ പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു അമുസ്ലിമിന് നമസ്കാരമുണ്ടോ? ഇവിടെ സത്യവിശ്വാസികളാണ്, മുഹമ്മദ് നബിയിലും ഖുർആനിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമസ്കരിക്കുന്നത്. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതും അവരാണ്. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കുന്നത് ആർക്ക് വേണ്ടി, അതാർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത്? സക്കാത്ത് നൽകാൻ ബാധ്യതസ്ഥനുള്ളത് മുസ്ലിങ്ങൾക്കാണ്. എന്നാൽ അതിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? അതിൽ അമുസ്ലിങ്ങളും പെടും. കാരണം ബിഷപ്പിന് മുസ്ലിം അമുസ്ലിം എന്നുള്ള വ്യത്യാസമില്ല. ബിഷപ്പിന് മുസ്ലിം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ മുസ്ലിം സമൂഹം മുസ്തഫയുടെ ഭാഷയിൽ മുആവിയൻ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ നാളിതുവരെ അംഗീകരിച്ചു പോന്നിട്ടുള്ളത് സക്കാത്ത് എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളിൽ നിന്ന് വാങ്ങി മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തിൻ്റെ ആണിക്കല്ലാണ് സക്കാത്ത് പറഞ്ഞത്. അത് മുസ്ലിങ്ങളിൽ നിന്നാണ് വാങ്ങേണ്ടത്. അത് കൊടുക്കേണ്ടത് മുസ്ലിങ്ങളുടെ പാവങ്ങൾക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെയും അബൂ മുസൽ അശ്ശരിയും ഒക്കെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾ വേദക്കാരുടെ അടുത്തേക്കാണ് പോണത്, ഇന്നക്കും തഴുത്തൂന കൗമിൻ അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് തുടങ്ങുന്നത്. അവരോട് നിങ്ങൾ ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വവും എൻ്റെ പ്രവാചകത്വവും അംഗീകരിക്കാനാണ് പറയേണ്ടത്. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് 5 നേരം നമസ്കരിക്കാൻ പറയണം. അതും അംഗീകരിച്ചാൽ പിന്നെ അവരോട് പറയേണ്ടത് അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് അല്ലെങ്കിൽ സദക്ക വാങ്ങും. അവിടെ തൂഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ സമ്പന്നരിൽ നിന്ന് അത് വാങ്ങിയിട്ട് തുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരിലെ ദരിദ്രർക്ക് അത് തിരിച്ചു കൊടുക്കുമെന്നാണ് ഹദീസിലുള്ള പ്രയോഗം. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്ത് വാങ്ങി മുസ്ലിങ്ങളിലെ ദരിദ്രർക്ക് തിരിച്ചു കൊടുക്കും.
ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ അമുസ്ലിങ്ങൾക്കും കൊടുക്കാം എന്ന് പറയുന്നുണ്ടെന്നല്ലാതെ ലിൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് പറയുന്നത് തീർത്ത് അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുമാണ് എന്നുള്ള വിഭജനം അത് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ളതല്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്ന ഒരു ആരോപണമാണ്. അതിന് കാരണമാവട്ടെ ഒരു യഹൂദൻ അയാളിങ്ങനെ പ്രായമായപ്പോൾ അയാളിങ്ങനെ യാചിച്ച് നടക്കണത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് യാചിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് കഴിവുള്ള കാലത്ത് എന്നിൽ നിന്ന് ജസിയ വാങ്ങി, ഇപ്പോൾ ഞാൻ പ്രായമായി എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നിങ്ങൾ എന്നെ കയ്യൊഴിഞ്ഞു എന്നാണ്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത്. ഇത് ബൈത്തുൽ മാൽ എന്ന് പറയുന്നത് സക്കാത്ത് മാത്രം വരുന്ന ഒരു ഏർപ്പാടല്ല ഇസ്ലാമിൽ. അവിടെ സക്കാത്ത് ഉണ്ടാവും, ജസിയ ഉണ്ടാവും, ഗനീമത്ത് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ സക്കാത്തിൽ നിന്നാണ് ഇത് കൊടുത്തത് എന്ന് ഒരു തെളിവനുസരിച്ചും പറയാൻ പറ്റില്ലാന്നുള്ളതാണ്. ഇത് വെച്ചിട്ടായിരിക്കണം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വിഭജനം അവിടെ നടത്തിയിട്ടില്ല. പിന്നെ ഈ ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്നത് പോലും ഫക്കീറിനേക്കാൾ കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചമുള്ള ആൾക്കാണ് മിസ്കീൻ എന്ന് പറയാന്നുള്ളതാണ് പൊതുവിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് പിന്നെ സദഖാത്തുൽ ഫുഖറായി വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ, അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ പണിയെടുക്കേണ്ട ആളുകൾ, അപ്പോൾ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്, വിതരണം ചെയ്യേണ്ടത് ആരാ? അത് സമ്പത്തുള്ള ആൾ തന്നെ വിതരണം ചെയ്യാണോ വേണ്ടത്? അവിടെ അങ്ങനെയല്ല, അത് മഹല്ലാണ് സംഘടിപ്പിക്കേണ്ടത്. ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലാത്ത സ്ഥിതിക്ക് മഹല്ലാണ് അത് സംഭരിക്കേണ്ടതെന്ന്. അവിടെ ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ട് കേട്ടോ. മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന് ഗവൺമെൻറ്റൊന്നും ആവശ്യമല്ല, രാഷ്ട്രീയം വേണ്ടതില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ രാഷ്ട്രീയമുണ്ട്, ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റാണത് പിന്നെ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ടത്. അതില്ലാത്ത അവസ്ഥയിൽ മഹല്ലാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഇനി മഹല്ല് നേതൃത്വം കൊടുക്കണില്ലെങ്കിലോ ആ മഹല്ലിലുള്ള കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് അവരുടെ സക്കാത്ത് ഒന്നിച്ച് കൊടുക്കുക. അത് നല്ലൊരു നിർദ്ദേശമാണ്. അതിനോട് നമ്മൾ വിയോജിപ്പൊന്നുമില്ല. നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞു പോന്നിട്ടുള്ളത് തന്നെയാണ്. അത് പാർട്ടിക്കാർക്ക് കൊടുക്കാൻ പാടില്ല, അതും ശരിയാണ്. പാർട്ടി നടത്താനല്ല സക്കാത്ത് എന്ന് പറയുന്നത്. സമൂഹത്തിനുള്ള പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ 8 വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടാണ് സക്കാത്ത്. അത് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. പക്ഷെ അത് പാർട്ടിയാണ് അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കുന്നതെങ്കിലോ മഹല്ല് അതിന് മുൻകൈ എടുക്കില്ല. പക്ഷെ പാർട്ടിയാണ് അതിന് സംവിധാനം ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കാൻ പാടുണ്ടോ അല്ലേ? അതിനെപ്പറ്റി മുസ്തഫ ഒന്നും മിണ്ടുന്നില്ല. പാർട്ടിയുടെ പിന്നെ നോട്ടീസ് അടിക്കാനും പാർട്ടിയുടെ സമ്മേളനം നടത്താനും ഒന്നും അല്ല സക്കാത്ത്. അതിന് ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പാർട്ടി, ഒരു സംഘടന ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മഹല്ല് അതിന് തയ്യാറാവില്ല. അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ, ഇപ്പോൾ കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെ എടുക്കുക. കേരളത്തിലെ മുസ്ലിങ്ങൾ അതിന് സന്നദ്ധരല്ലാതിരിക്കുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും സംഘടനയ്ക്ക് ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കാമോ? എന്നിട്ട് അതിനെ അവർ സക്കാത്ത് ശേഖരിച്ചിട്ട് അതിൻ്റെ അവകാശികൾക്ക് വിതരണം ചെയ്യാമോ? അതിനെ സംബന്ധിച്ചൊന്നും പുസ്തകം ഉണ്ടില്ല. പാർട്ടിക്കാർക്ക് കൊടുക്കാൻ പാടില്ല, അവർക്ക് സമ്മേളനം നടത്താനുള്ളതല്ല എന്നേ അദ്ദേഹം പറയുള്ളൂ. ഏതായിരുന്നാലും അവിടെ ആമിലുകൾ എന്നൊരു വിഭാഗമുണ്ട്, അവർക്ക് അവകാശപ്പെട്ടതാണ് മറ്റൊന്ന്. അപ്പോൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാക്കീനി വൽ ആമിലീന അലൈഹ. സക്കാത്ത് എന്നുള്ളത് ഫക്കീറുകൾക്കും മിസ്കീന്മാർക്കും അതുപോലെ തന്നെ ആ സക്കാത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഉള്ളതാണ്. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിന്നെ കാർഷിക വിളയാണെങ്കിൽ അത് പിന്നെ മതിപ്പ് കണക്കാക്കണം, മൃഗങ്ങളാണെങ്കിൽ അതിന് എണ്ണണം, അതുപോലെ തന്നെ അത് ശേഖരിക്കണം, അത് പിന്നെ എവിടേക്കാണോ കൊണ്ടുവരേണ്ടത് അവിടേക്ക് കൊണ്ടുവരണം, എന്നിട്ടത് വിതരണം ചെയ്യണം. അങ്ങനെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പണിയുണ്ട്. അതിനെ കണക്ക് എഴുതി വെക്കണം. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആമിലുകൾക്കാണ് പിന്നെ ഒരു വിഹിതമുള്ളത്. അപ്പോൾ ഈ 3 വിഹിതവും അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അർത്ഥം പറഞ്ഞത്. പക്ഷെ അവിടെ
ഫക്കീർ എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളിലുള്ള ദരിദ്രരും, മിസ്കീൻ എന്ന് പറഞ്ഞപ്പം അമുസ്ലിങ്ങളിലുള്ള ദരിദ്രരും എന്ന് ഒരബദ്ധം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല, ഇത് മാറ്റി നിർത്തിയാൽ. ഇനി അത് കഴിഞ്ഞ് ബാക്കി 5 വിഭാഗമുണ്ട്. ആ 5 വിഭാഗത്തെ വിവരിച്ചിടത്ത് ആകെ പൊട്ടത്തരാണ് മുസ്തഫ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം എന്നാണ് കരുതുന്നത്.